ഹായ് ഹലോ. അപ്പോൾ നമുക്ക് വർക്കുള്ളൊരു ദിവസം എങ്ങനെയെന്ന് കണ്ടാലോ. തലേന്ന് രാത്രിയാണ് ഞാൻ മെഹന്തി മിക്സ് ചെയ്ത് വെക്കുന്നത്. ഞാൻ എപ്പോഴും മെഹന്തി സ്റ്റോക്ക് ചെയ്യാറില്ല. ആരെങ്കിലും ആവശ്യം പറയുമ്പോൾ മാത്രം ഞാൻ സ്റ്റോക്ക് ചെയ്യാറുള്ളൂ. പിന്നെ മെഹന്തിയുടെ എന്തെങ്കിലും വർക്ക് ഉണ്ടെങ്കിൽ മാത്രം ഉണ്ടാക്കി വെക്കും നേരത്തെ. ഒരു ദിവസം ഒരു കസ്റ്റമർ വിളിച്ചിട്ട് പറഞ്ഞു അന്ന് തന്നെ മെഹന്തി ഇടാൻ പറ്റുമെന്ന്. പക്ഷെ നമ്മുടെ കയ്യിൽ മെഹന്തി ഉണ്ടായിരുന്നില്ല. കസ്റ്റമർ എന്റെ സ്ഥിരം കസ്റ്റമറാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു നാളെ മതിയോന്ന്, കാരണം ഇന്ന് മിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നാളെ പോകാൻ പറ്റുമല്ലോ. അപ്പോൾ അവർ പറഞ്ഞു നാളെ എത്ര നേരത്തെ വരാൻ പറ്റുമോ അത്രയും നല്ലതാന്ന് പറഞ്ഞു. എനിക്ക് രാവിലെ ആണെങ്കിൽ ഒരു കേക്ക് ഡെലിവറി ചെയ്യാനുണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ അങ്ങോട്ടേക്ക് വരാമെന്ന്. ആക്ച്വലി അവർക്ക് 12:30 ഒരു അപ്പോയിന്റ്മെന്റ് ഉണ്ട് ഹോസ്പിറ്റലിൽ. അപ്പൊ അതിന് മുന്നേ മെഹന്തി ഇട്ട് അത് ഡ്രൈ ആയതിനു ശേഷമാണ് അവർക്ക് ഹോസ്പിറ്റലിൽ പോകുന്നത്. അതുകൊണ്ടാണ് എൻ്റെ അടുത്ത് നേരത്തെ വരാൻ പറഞ്ഞത്. ഞാൻ ഒരു 9:30 പറഞ്ഞായിരുന്നു, പക്ഷെ ഭയങ്കര ബ്ലോക്ക് ആയിരുന്നു. എനിക്ക് പോയിട്ട് തിരിച്ചു വന്നപ്പോഴത്തേക്കും ഞാൻ 10 മണിക്ക് കൊടുക്കാൻ പോകുന്നതിന് മുന്നേ രാവിലെ എണീറ്റിട്ട് മെഹന്തി കോൺസ് ആക്കിയിട്ടാണ് ഞാൻ പോയത്. സമയം ഒട്ടും ഇല്ലാത്തതുകൊണ്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് ഡൈ റിലീസിന് മുമ്പ് വരെയുള്ള വീഡിയോ നമ്മുടെ കയ്യിലുള്ളൂ. അങ്ങനെ കോണൊക്കെ പാക്ക് ചെയ്ത് കേക്ക് ഡെലിവറി ചെയ്ത് നമ്മൾ നേരെ മെഹന്തി ഇടാൻ പോയി. ഈ കസ്റ്റമർ മിക്കപ്പോഴും ഫ്ലോറൽ ഡിസൈൻസ് ആണ് സജസ്റ്റ് ചെയ്യാറ്. റെഫറൻസ് കാണിച്ചതുപോലെ നമ്മളൊരു ഡിസൈൻ അങ്ങ് സെറ്റ് ചെയ്തു. 2 കൈയിലും കൂടെ 3 സൈഡിലായിട്ട് ഇടാൻ വേണ്ടിയാണ് പറഞ്ഞത്. നമ്മളത് പറഞ്ഞ സമയത്ത് തന്നെ കംപ്ലീറ്റ് ചെയ്തു. പിന്നെ എനിക്ക് നിങ്ങളോട് ഒരു കാര്യം പറയാനുണ്ട്. ഒരുപാട് എൻക്വയറീസ് വരുന്നുണ്ട് നമ്മുടെ കോണിനെ പറ്റിയിട്ട്. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ടെക്സ്റ്റ് ചെയ്യുമ്പോൾ തന്നെ വെറുതെ ഹായ് എന്ന് മാത്രം അയക്കാതെ നിങ്ങൾക്ക് ഏത് പ്രൊഡക്റ്റ് ആണ് വേണ്ടതെന്നും കൂടി അതിന്റെ കൂടെ അയച്ചിരുന്നെങ്കിൽ നല്ലതായിരിക്കും. അതിന്റെ കൂടെ തന്നെ നിങ്ങളുടെ പേര്, അഡ്രസ്സ്, ഡിസ്ട്രിക്ട്, ഫോൺ നമ്പർ ഇതും കൂടി അയക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് രണ്ടുപേർക്കും ആ ഒരു കമ്മ്യൂണിക്കേഷൻ ലാഗ് കുറയ്ക്കാൻ പറ്റും. ഇപ്പൊ നമുക്ക് കോൺസ് അല്ലാതെയുള്ള മെഹന്തി ഡിസൈനിങ്ങിനെ പറ്റിയിട്ട് അറിയാൻ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണോ ചോദിക്കാനുള്ളത് അത് കറക്റ്റ് ആയിട്ട് മെസ്സേജ് അയച്ചിടുക. ജസ്റ്റ് ഹായ് എന്നുള്ളൊരു മെസ്സേജ് അല്ലാതെ. അങ്ങനെ നമ്മൾ വർക്ക് കംപ്ലീറ്റ് ചെയ്തു. നെയിലിലും കുറച്ച് ഹെന്ന ഇട്ടു. നേരെ ഇവനെയും കളിപ്പിച്ചിട്ട് വീട്ടിലേക്ക് പോയി. നെക്സ്റ്റ് ഡേ കുറച്ച് നെയിൽ കോൺസ് ഡിസ്പാച്ച് ചെയ്യാനുണ്ടായിരുന്നു. സോ ഞാൻ നെയിൽ കോൺസ് ഉണ്ടാക്കാൻ വേണ്ടി പോയി. നമ്മൾ ഓർഗാനിക് ഹാൻഡ് ഹെന്ന ഉണ്ടാക്കുന്ന ലോങ് വീഡിയോ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നെയിൽ ഹെന്നയുടെ ഒരു ഷോർട്സും പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. രണ്ടും ഡീറ്റെയിൽഡ് വീഡിയോ ആണ്. എനിക്ക് 2-3 മെസ്സേജ് ഒക്കെ വന്നായിരുന്നു ഹെന്ന ഉണ്ടാക്കാൻ പഠിപ്പിച്ച് തരുമോ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞിരുന്നു ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കാൻ വേണ്ടിയിട്ട്. സോ നിങ്ങൾ കണ്ടു നോക്കിയിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ DM ചെയ്തോളൂ, ഞാൻ പറഞ്ഞു തരാം. അങ്ങനെ നമ്മൾ കോണൊക്കെ പാക്ക് ചെയ്തു, അതൊക്കെ ഡിസ്പാച്ച് ചെയ്തു. വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല, കാരണം നമുക്ക് അത് കഴിഞ്ഞിട്ട് ഒരു കേക്കും കൂടി ചെയ്യാനുണ്ടായിരുന്നു. 2 ചോക്ലേറ്റ് ബെൻഡോ കേക്ക് ആയിരുന്നു ചെയ്യാനുണ്ടായിരുന്നത്. അതിന്റെ വീഡിയോ ഞാൻ നാളെ പോസ്റ്റ് ചെയ്യാം. ഓക്കെ ബൈ.